ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള രാമൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാക്കിങ്ങിന് പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ആയിട്ടാണ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഞാൻ വെളിയിൽ വെറുതെ ഇറങ്ങിയപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു ബേർഡ് ഇരിക്കണ കണ്ടേ. ഞാൻ പക്ഷേ ഇത്ര അടുത്ത് വന്നിട്ടും പറന്നു പോകാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ കിളീനെ ആദ്യമായിട്ടായിട്ടാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇവർ പറന്നു പോകാറാണ് പതിവ്. ഇന്നെന്തോ എനിക്ക് എൻ്റെ വീഡിയോയിൽ കിട്ടി. ഞാൻ ഭയങ്കര അധികം സന്തോഷത്തിലാണ്. ഒരു ബേർഡിനെങ്കിലും വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ അടുത്ത് പോയി നോക്കട്ടെ കേട്ടോ. ചിലപ്പം കിട്ടിയാലോ വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട്. ചിലപ്പോൾ അടുത്തൊക്കെ വരുമ്പോൾ ഇവർ പറന്നു പോകുന്നേ. ഇല്ല കേട്ടോ, നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നെ. ഞാൻ ഈ അയർലൻഡിൽ വന്നതിന് ശേഷമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മിക്ക വീട്ടിലും ബേർഡിന് വേണ്ടിയിട്ട് ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പല തരത്തിലുള്ള ബേർഡ് ഫീഡറിൽ ഇങ്ങനെ ഫുഡ് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തിനാണോ ഇങ്ങനെ എപ്പോഴും ഫുഡ് വയ്ക്കുന്നത്? ഈ പക്ഷികൾക്കൊക്കെ അവരുടെ ഫുഡ് എടുക്കാൻ അവർക്ക് അറിയില്ലേ, പിന്നെന്തിനാന്നൊക്കെ. നമ്മളും ഇങ്ങനെ ഫുഡ് വെച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലായത് കേട്ടോ. നേച്ചറുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഫുഡ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലുള്ള ബേർഡ്സിനെ കാണാൻ പറ്റും. ഒരു തരത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോൾഡ് സീസൺ, അതുപോലെ തണുപ്പ്, സ്നോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഫുഡ് കിട്ടാൻ എളുപ്പമായിരിക്കും. അയ്യോ ദേ പോയി. ബേർഡിനെയൊക്കെ കണ്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ പകുതിയാക്കി വെച്ചിരുന്ന ഒരു പൂവുണ്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട്, അതങ്ങ് ചെയ്ത് തീർത്താലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വയ്ക്കാനായിട്ട്. പക്ഷേ അവർ വാടിപ്പോകുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുന്നത്, സ്വന്തമായിട്ട് പൂ ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള പൂക്കൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുക, അപ്പോൾ അത് എവർ ബ്ലൂമിങ് ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഞാനിന്നുണ്ടാക്കുന്നത് ലാവൻഡറാണ്. ലാവൻഡറിൻ്റെ ഒരു എന്താ പറയുന്നത്, ഏകദേശം സാമ്യം വരുന്ന പോലെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് പൂ ഉണ്ടാക്കുക. ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു, ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കി വെച്ചു. ഇതാണ് ഇതളുകൾ. ഇനി ഇതിനെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൈപ്പ് ക്ലീനേഴ്സിൻ്റെ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതളുണ്ടാക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളർ സ്റ്റെം വെച്ചിട്ട് സ്റ്റെം ഉണ്ടാക്കുന്നു, അതുപോലെ ലീഫും ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഉണ്ടാക്കാമേ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ട് വരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത് കണ്ടോ, ഒരു ഇതൾ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇതൾ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റെം, പിന്നെ അതിൻ്റെ ഒരു ലീഫ്, 2 എന്താ പറയുന്നത് ലീഫ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു സ്റ്റെം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പല സ്റ്റെമ്മുകളാക്കിയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേൻ്റെ ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനി എനിക്ക് കുറച്ചും കൂടി ഇതൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ വെയ്സ് ബ്ലൂ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ മാച്ചിങ് വന്നേനെ. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് വാക്കിങ്ങിന് പോകാമേ. നമ്മളിവിടെ രാമൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വാക്കിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പ്ലേസ് അല്ലാണ്ട് തന്നെ വേറെയും സ്ഥലങ്ങൾ കാണാനുണ്ട്. അതൊരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്, ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, പിന്നെ വേറൊരു വാക്കുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. എടുത്തില്ല, മറന്നുപോയി. കുറച്ച് കഴിയുമ്പോൾ ശരി നോക്കാം. ഈ കാണുന്ന ഈ ഒരു സ്പേസിലാണ് ആൾക്കാർ അവരവരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ വേണ്ടി വരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു നല്ല വെയിലുള്ള ദിവസം ആയതുകൊണ്ടായിരിക്കും ആരും ഈ സമയത്ത് ഇറങ്ങിയിട്ടില്ല നടക്കാനായിട്ട്. മിക്കവരും ഇപ്പം ബീച്ചിലൊക്കെയാണ് പോവാറ്, നല്ല വെതർ ആയതുകൊണ്ട്. ലെറ്റ്സ് ഗോ. കൈ മാറ്റാൻ ഉടുപ്പിട്ടുണ്ടോ, 2 ഇട്ടുണ്ടല്ലോ. നടക്കാനാണ്, നടക്കാൻ. കാറിൻ്റെ ഉള്ളിൽ വാം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വെളിയിൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അവന് തണുപ്പ് തോന്നിയത്. സ്ഥിരം നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ എന്നും നടക്കാൻ പോണേന്ന്. പക്ഷേ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ പിന്നെ നമുക്കതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ ഫോറസ്റ്റ് വാക്കൊക്കെ പോകാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അതെ ഇത് സ്നോ ഡ്രോപ്പ് അത് ഇത് കണ്ടോ അല്ലേ സ്നോ ഡ്രോപ്പ് അല്ലേ അല്ല അല്ല ഇതിലുണ്ട് ആണ് ഇതന്നെയാണ് ഇടയ്ക്കുണ്ട് അത് സ്നോ ഡ്രോപ്പ് ആണ് അത് അല്ലേ നിക്കാൻ പാടില്ല ഞാൻ എടുക്കണ്ട കുറച്ച് ഞാൻ എടുക്കണ്ട ഞാനൊന്നും കണ്ടോ ഈ മരത്തിന് ഏറ്റവും മുകളിൽ ഞാൻ കണ്ടു റോബിനാണത് റോബിൻ അല്ലേ നീ കണ്ടോടാ മൊത്തേ കിളി കിളി ഇതെവിടെ ഇത് കണ്ടോ ഒരുമിച്ച് കുറേ പൈൻ മരങ്ങൾ നട്ടു വെച്ചിരിക്കുന്ന നല്ല രസമല്ലേ കാണാനായിട്ട്. നടക്കാതെ നടന്നിട്ടുണ്ടല്ലോ എന്നെ അണയ്ക്കുവോ. അല്ല അതിൻ്റെ അകത്ത് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ബെഞ്ച് പോലെ ഇട്ടിട്ട് കണ്ടോ. ആ ഫോറസ്റ്റ് വാക്ക് മിക്കവരും ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സെൻസറി എസ്കേപ്പ് തരുമെന്നാണ് പറയുന്നത്. സ്ട്രെസ്സ് കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ബൂസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ മൂഡ് എൻഹാൻസ് ആവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ മരം ഇത് കണ്ടോ ഈ മരത്തെ ഫുള്ള് പായൽ പിടിച്ചേക്കണേ പായലല്ലേ ഇത്. പക്ഷെ അല്ല മറ്റേ ഈ എന്താ പറയാ മറ്റേ ഈ ഫാന്റസി നോവലൊക്കെ വായിക്കണം മറ്റേ ഫെയറിറ്റേൽ അല്ലേ ഫെയറിറ്റേൽ ഫെയറിറ്റേൽ നോവലിലൊക്കെ അല്ലേ. സ്കൂൾ ഡേയ്സിലൊക്കെ ലൈബ്രറിയിൽ നിന്ന് കുറേ ബുക്കുകൾ എടുക്കുമായിരുന്നു വായിക്കാനായിട്ട്. നമ്മളുടെ ഡൈജസ്റ്റ് അതുപോലെ ചമ്പക് പിന്നെ അതുപോലെ അത് കൂട്ടത്തിൽ എടുക്കുന്ന കുറേ ഫെയറി ടെയിൽ സ്റ്റോറീസ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെ സ്റ്റോറിയുടെ കൂട്ടത്തിൽ തന്നെ കുറേ പിക്ചേഴ്സ് കൊടുക്കുമല്ലോ. അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ പൈൻ മരങ്ങളും കണ്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ കാട് പോലെ ഇരിക്കും. പിന്നെ വലിയ മരം ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഒരു ഫെയറി ടെയിൽ ലുക്ക് വരുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഫെയറി ടെയിലിൻ്റെ ഹൗസ് ഉണ്ടാവും കുറേ ഫെയറീസ് ഉണ്ടാവും. എനിക്ക് ആ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടുന്നത്. ഇതില് തന്നെ നടക്കാൻ വന്ന പോവോ നീ പോയിട്ടുണ്ട് തന്നെ തന്നെ ഇതേപോലെ വൈകുന്നേര സമയത്ത് ഒറ്റയ്ക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ. അത് മീൻസ് ഇരുട്ട് പോലെയാണ് നമ്മൾ ഇതിൽ നടക്കുമ്പോൾ. ഞാൻ പോയില്ല കേട്ടോ. അവൻ നമ്മളെ എന്നും കണ്ടു മടുത്തു. ചെളിയാണല്ലോ. ഇതിലെ പോര് അയ്യോ ഇല്ലേ അതിൽ പോകുന്നതാണ് റിസ്ക്. നിങ്ങൾ ഈ പുല്ലി പായൽ കൂടെ നടക്കുന്നത് അന്ന് സ്റ്റോമിൽ വീണതാ. ഇതോ നിങ്ങളപ്പോ സ്റ്റോമിന് ഇതിലെ പോയോ? എടോ ഇത് മരത്തിന്റെ അടിയാണല്ലേ. ഞാൻ ഈ സംസാരിച്ചോണ്ട് നടന്നു പോയപ്പോഴേ ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് കണ്ടോ ഒരു മരം വീണ് കിടക്കുന്നേ. എന്നിട്ട് അവർ വഴി തടസ്സമാണ്ടിരിക്കാനായിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ്. എടുത്തോണ്ട് പോയിട്ടില്ല അവർ കേട്ടോ. അത് വീണ് പോയത് സങ്കടമായിപ്പോയി. അപ്പോൾ അത്രയും കൂടെ വെളിച്ചം ഇതിൽ വരും. ഈ മരങ്ങളുടെ ഒന്നും വേര് അധികം താഴോട്ട് ഇറങ്ങുന്നതല്ല. അതുകൊണ്ടാണ് അവർ നല്ലൊരു സ്റ്റോമൊക്കെ വരുമ്പോഴത്തേന് താഴെ വീരുന്നത്. എവിടെയാ
അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരം നടക്കുന്നത്. നടക്ക് ഹായ്. പിന്നെ ആദ്യം അപ്പൂസിന്റെ ആദ്യത്തെ ഫോറസ്റ്റ് വാക്കാണ് അല്ലേടാ അല്ലേ? എന്തോ കണ്ടേ മോനെ? ട്രീയാണോ? മൊത്തം ട്രീയാണോടാ? എന്തോ കണ്ടേ? ചേച്ചി പോവാ നമുക്ക്. അപ്പ എങ്ങ് പോയി? എന്റെ കർത്താവേ, എന്റെ കർത്താവേ, നടക്കാൻ. ഇതിൽ മരത്തിൽ നിൽക്കണം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഞാൻ പക്ഷേ കണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ക്യാമറയിൽ കിട്ടില്ല. ഇതിന് അടുത്തുള്ളതുണ്ടോ നോക്കട്ടെ. അതെ, പൈൻ കോൺസ് ഇല്ലേ, അതാണ് ഞാൻ നോക്കുന്നത്. ഇത് കണ്ടോ, ഒരെണ്ണം ഇങ്ങനെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ താഴെ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഫോൺ നല്ല സൂപ്പർ ഫോൺ ആയതുകൊണ്ടേ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. അവിടെയൊക്കെ ഇഷ്ടം പോലെ മീൻ കിടക്കണം. പച്ച പച്ച കോൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇപ്പോഴും ഈ നമുക്ക് വാങ്ങിക്കാനാണെങ്കിലും ഉണങ്ങിയിട്ടുള്ളതാണ് കിട്ടുന്നത്. ഈ പച്ചയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും കട്ടിയില്ല, ഈ ഉണങ്ങിയ കരിയിലയിൽ തൊടുന്ന പോലെ. ഞാൻ പിടിക്കാം. ഇത് കണ്ടോ, നിലത്ത് ഒരുപാട് വീണ് കിടപ്പുണ്ടേ. കമ്പോട് കൂടി തന്നെ കിടക്കുന്നുണ്ട് കുറേ. ഞാനതൊക്കെ ഇവിടെ തിരിച്ചു വെച്ചു. നമുക്കിത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഷോപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് കണ്ടോന്നേ, നമ്മൾ നടന്ന് അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ 2 മരമാണ് ഒരേപോലെ വീണ് കിടക്കുന്നത്. കണ്ടോ, അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വീണ് പോണത് കാണുമ്പോഴേ നമുക്ക് സങ്കടം വരും. എന്തുകൊണ്ടായിരിക്കുമോ ഇവർക്ക് ഈ വേര് മണ്ണിൻ്റെ അടിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്? കണ്ടില്ലേ, അങ്ങനെ ആഴത്തിലേക്ക് പോയിട്ടുള്ള വേരൊന്നും അതിൻ്റെ അടിയിൽ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആ മരം. എനിവേയ്സ്, ഇതൊരു ഷോർട്ട് വാക്കായിരുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേണമല്ലോ നമുക്ക് നടക്കാനായിട്ട്. കുറേ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ എടുക്കാൻ സമയം കിട്ടിയില്ല, നടക്കുമായിരുന്നു. ഇതോ വേണ്ട. ഓ, ഇതെത്ര ഉറച്ചിരിക്കുന്ന. ഇത് കണ്ടോ, ഒരു മഷ്റൂം ഉണ്ടായി നിൽക്കുവാണ് മരത്തേൽ. അത് ഒട്ടിയിരിക്കുകയാണ് അവിടെ. നമ്മൾ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ താഴെ പോത്തു. അത് കുറേ വർഷമായിട്ട് നിൽക്കണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വാക്ക് കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. ഇത് കണ്ടോ, ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഫാമിലെ പശുക്കളെല്ലാം കൂടെ വന്നിട്ട് അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്, ഫാമിൻ്റെ അറ്റത്ത്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയില്ലേ, ചിലപ്പം ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ടൈം ആയിട്ടുണ്ടാവുമായിരിക്കും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരിങ്ങനെ എന്താ പറയുക, അവരുടെ വീട്ടിലേക്കുള്ള വാഹനം കാത്തു നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് പെപ്പർമിൻറ്റിലേക്കാണ്. പെപ്പർമിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു മലയാളി ഹോട്ടലാണ്, ടേക്ക് അവേ ആണ്. അപ്പം ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് ഈവനിങ് സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗി നോക്കി, ആ സ്കൈ നോക്കി, എന്ത് രസമാണ് കാണാനായിട്ട്. ഹലോ സാർ, എന്താ ഉള്ളത് കഴിക്കാൻ? ചിക്കൻ വേണോ? pork fry, butter naan, butter kulcha, garlic naan, nool പൊറോട്ട, പിന്നെ കേരള പൊറോട്ട. കണ്ടില്ലേ? എന്നെ കൂടെ ഞാനും വരാം, എനിക്ക് സാധനം വേണ്ട, ഞാൻ വിറ്റോളാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.